ബിസിനസ് മീറ്റിംഗിനായി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് മഹേഷ്. ഡാഡിയെ കാണാത്ത വിഷമത്തിലാണ് ചിപ്പിയും ഇഷിതയും മഹേഷിനെ ഫോൺ ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അത് കേട്ട് രചന മഹേഷിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ ആകാശിനോടൊപ്പം പോയ രചനയെ പറ്റി മീറ്റിംഗിന് വന്ന പലരും മോശമായി പറഞ്ഞിരുന്നു. എല്ലാം കൂടെ കേട്ട് ആകെ തലയ്ക്ക് ഭ്രാന്തായ അവസ്ഥയിലാണ് രചന. മഹേഷ് ആവട്ടെ ഇഷിതയോടും ചിപ്പിയോടും സ്നേഹത്തോട് സംസാരിച്ച് ഫോൺ വെച്ചു. ഒരു കാര്യവുമില്ലാതെ മഹേഷിനോട് വെറുതെ ദേഷ്യപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ് രചന. പരസ്പരമുള്ള സംസാരങ്ങൾക്കിടയിൽ രചന പെട്ടെന്ന് തല കറങ്ങി വീണു. മഹേഷ് സത്യത്തിൽ അത് കണ്ട് പേടിച്ചു പോയി. ഉടൻ തന്നെ രചനയെ താങ്ങിയെടുത്ത് റൂമിലെത്തിച്ച് ഡോക്ടറെ വിളിച്ചു വരുത്തി പ്രാഥമിക ചികിത്സ നൽകി. എന്നാൽ ആകാശ് മീറ്റിംഗിന് വന്ന മറ്റൊരു പെൺകുട്ടിയുമായി സല്ലപിക്കുകയായിരുന്നു. രചന തല കറങ്ങി വീണ കാര്യമൊന്നും ആകാശ് അറിഞ്ഞിട്ടേ ഇല്ല. അതേസമയം മഹേഷ് മീറ്റിംഗിനായി പോയത് അവസരമായി കൈലാസ് കണ്ടു. അമ്മയും മഞ്ജിമയും പുറത്തു പോയ തക്കത്തിന് കൈലാസ് ഇഷിതയുടെ മുറിയിലെത്തി അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. കുതറിമാറിയ ഇഷിത കൈലാസിനോട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എന്നാൽ കൈലാസ് അതിനെ കൂട്ടാക്കിയില്ല. അവൻ വീണ്ടും അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. തട്ടിമാറ്റിയ ഇഷിത ഉടൻ റൂം തുറന്ന് ഓടി രക്ഷപ്പെട്ടു. തൊട്ടടുത്ത മുറിയിൽ കയറി വാതിലടച്ചു. അത് കൈലാസിന്റെയും മഞ്ജിമയുടെയും മുറിയായിരുന്നു. ഇഷിത ഇത് പ്രശ്നമാക്കുമെന്ന് മനസ്സിലാക്കിയ കൈലാസ് ഉടൻ അവളെ അകത്താക്കി പുറത്തു നിന്നും മുറി പൂട്ടി. മഞ്ജിമയും അമ്മയും വീട്ടിലെത്തിയതോടെ ഇഷിത താൻ കിടന്നുറങ്ങുമ്പോൾ തന്റെ മുറിയിലേക്ക് വന്ന് കൂടെ കിടക്കാൻ ശ്രമിച്ചെന്ന് അവരോട് പറഞ്ഞു. കലി കയറിയ മഞ്ജിമ ഉടൻ മുറി തുറന്ന് ഇഷിതയോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. നീ ഇത്രയും മോശപ്പെട്ടവളാണോ എന്ന് അമ്മയും മഞ്ജിമയും അവളോട് ചോദിച്ചു. എന്നാൽ കൈലാസ് നുണ പറയുകയാണെന്ന് എത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലായില്ല. അവർ ഇഷിതയെ തെറ്റുകാരിയായി കണ്ടു. കൈലാസ് തെമ്മാടിത്തരം ചെയ്തിട്ട് നിന്ന് ന്യായീകരിക്കുന്നത് കണ്ടതോടെ ഇഷിതയുടെ സകല നിയന്ത്രണവും വിട്ടു. ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.